ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ടെക്സ്റ്റുവൽ എക്സസൈസ് നോക്കാം. ടെക്സ്റ്റിൽ ഒരുപാട് ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ടെക്സ്റ്റുവൽ എക്സസൈസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി കൻ മേക്ക് റെക്ടാംഗിൾ using four equilateral triangles of the same size by cutting two of them along their heights and rearranging these pieces and the other two whole triangles. If the sides of the equilateral triangles are 2 centimeter, what is the perimeter and area of the rectangle? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, നമ്മൾക്ക് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെയും എന്താണ് സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ്. സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ്. ഇനി ഈ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെയും സൈഡ് 2 സെന്റിമീറ്റർ ആണ്. അതില് 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെ നമുക്ക് എന്ത് ചെയ്യുന്നു? നടുവിൽ നിന്ന് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. ഇവിടെ 1 2 3 4 നമുക്ക് 4 ട്രയാങ്കിൾസ് അവിടെ കൊണ്ടുവന്നു. 1 2 3 4. അപ്പൊ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം. ഇത് 1 2 3 and 4. ഈ 4 ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് ദാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഈ 4 ട്രയാങ്കിൾസിനെയും ജോയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദാ ഇവിടെ 1ഉം ദാ ഇവിടെ 2ഉം കൊണ്ടുവരാം. ഈ ട്രയാങ്കിള് ഒന്ന് ചരിച്ച് പിടിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ 2 ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. ദാ ഇവിടെ 3ാമത്തെ ട്രയാങ്കിളും ഇവിടെ 4ാമത്തെ ട്രയാങ്കിളായി. ഓക്കെ, പിന്നെ ഈ കാണുന്ന ട്രയാങ്കിളും ദാ ഈ കാണുന്ന ട്രയാങ്കിളും ഇവിടെ ദാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ഈ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് 2 നടുവിൽ നിന്ന് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 2 ട്രയാങ്കിൾസ് കൊണ്ടുവന്നു. 2 റൈറ്റ് ട്രയാങ്കിൾസ് കൊണ്ടുവരുന്നു. ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസും ഇവിടെയും 2 റൈറ്റ് ട്രയാങ്കിൾസും കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ആ 4 റൈറ്റ് ട്രയാങ്കിൾസ് കൂട്ടിച്ചേർത്ത് ഇവിടെ ഒരു ഫോർമുലേഷൻ കൊണ്ടുവന്നു. എന്നിട്ട് ഈ 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ എന്തായി? ഒരു റെക്ടാംഗിൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഈ റെക്ടാംഗിളിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ മലയാളത്തിലൊന്ന് വായിക്കുന്നത്, ഒരേ വലുപ്പമുള്ള 4 സമഭുജ ത്രികോണങ്ങൾ, അതായത് ഒരേ വലുപ്പമുള്ള 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, 2 നെടുകെ മുറിച്ചതും, അതായത് 2 എന്ത് ചെയ്യുന്നു? ഇവിടെ നടുവിൽ നിന്ന് കട്ട് ചെയ്തതും, പിന്നെന്താ 2 മുഴുവനായും, 2 എന്താ ഇവിടെ ഉണ്ട്, ഈ 2 മുഴുവനായും ചേർത്ത് വെച്ച് ഒരു ചതുരമുണ്ടാക്കുന്നു. ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കുന്നു. കണ്ടോ? റെക്ടാംഗിൾ കണ്ടല്ലോ? ഓക്കെ, സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ ആണ്. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര ഉണ്ട്? 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഈ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളുടെയും വശങ്ങളുടെ നീളം 2 സെന്റിമീറ്റർ ആണ്. സൈഡ്സിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ചതുരത്തിന്റെ ചുറ്റളവും പരപ്പളവും എത്രയാണ്? ചുറ്റളവും പരപ്പളവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയ ആൻഡ് പെരിമീറ്റർ. ഓക്കെ, ചുറ്റളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിമീറ്ററും പരപ്പളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏരിയയും. ഓക്കെ, അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കാണണം. ഈ റെക്ടാംഗിളിന്റെ ചുറ്റളവും പരപ്പളവും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആ ട്രയാങ്കിൾ ഓരോന്നായിട്ട് നോക്കാം. അതില് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ് പറഞ്ഞല്ലോ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് എന്ന് കരുതുക. അപ്പൊ ഇത് കട്ട് ചെയ്തുമ്പോൾ നടുവേ മുറിക്കുമ്പോഴത്തേക്ക് ഇത് 1 സെന്റിമീറ്ററും ഇത് 1 സെന്റിമീറ്ററും. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യമാണ്. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, എത്രയാ? √3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ √2 വരുന്നത് എങ്ങനെയാണ്, √3 വരുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ കാണുന്ന ഹൈറ്റ് എന്തായിരിക്കും? √3 ആയിരിക്കും. ഈ ഹൈറ്റ് വരുന്നത് √3 ആയിരിക്കും. ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിളിനെയാണ് തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ദാ ഈ ഒരു രീതിയിൽ കൊണ്ടുവരുന്നു.
ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നു. ഓക്കെ, ഈ കാണുന്ന ട്രയാങ്കിളിനെ ഇങ്ങോട്ടും അങ്ങോട്ടും വരെ തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നു. അതേപടി എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇത് √3 ആണേ, അപ്പോ ഇതും √3 അല്ലേ, താഴോട്ട് ഇതും എത്രയായിരിക്കും, √3 ആയിരിക്കും. അപ്പൊ ഈ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് ഇതൊന്ന് ക്ലിയർ ചെയ്യുകയാണേ. നേരത്തെ നമ്മൾ ആ ഫിഗർ ഒന്ന് എടുത്ത് നോക്കിക്കേ, കണ്ടോ? റെക്ടാങ്കിളിന്റെ നമ്മളെന്താ ഇവിടെ റെക്ടാങ്കിൾ നോക്കുകയാണെങ്കിൽ റെക്ടാങ്കിൾ നോക്കുമ്പോ നമുക്ക് ആ ഒരു ഓക്കെ, റെക്ടാങ്കിൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്നതാണ് ഈ കാണുന്ന റെക്ടാങ്കിൾ. ഓക്കെ, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്നതാണ്. അപ്പൊ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു റെക്ടാങ്കിൾ ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, അതില് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡയഗണൽ ഫോർമുലേറ്റ് ചെയ്തു. ഇത് കംപ്ലീറ്റ്ലി എന്താണ്, ഈ കാണുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു കാര്യം ഉറപ്പായി, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും എത്രയാന്ന് പറഞ്ഞു, 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതും 2 ആയിരിക്കില്ലേ, ഇതും 2 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഓർഡറിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ ഇത് 1 ആണേ, തിരിച്ചു വെക്കുന്നു. ഈ സാധനം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നു. അപ്പൊ എന്തായി, 1 സെന്റിമീറ്റർ ഇവിടെ വന്നു. ഇത് ഹൈറ്റും ഇത് 2. ഓക്കെ, അതായത് ഈ കാണുന്നത് √3 ആണ്. ഇവിടെ വരുന്നത് എത്രയാണ്, √3 ആണ്. ഇവിടെ വരുന്നതും √3 ആണ്. ഓക്കെ, അപ്പോ ഒരുവിധം ഈ ഇമേജ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ. ഒന്നുകൂടെ വരയ്ക്കാം. നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എത്ര ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. ഈ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ഓർഡറിലാണ്. 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 2 ട്രയാങ്കിൾ മുഴുവനായിട്ടും എന്ത് വന്നു, ഇവിടെ വന്നു. ഓക്കെ, മുഴുവനായിട്ട് ഇവിടെ വന്നു. അപ്പൊ ഇത് 2 ആണ്, ഇത് 2, ഇത് 2, ഇവിടെയും 2, 2, 2. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നു, നടുവേ മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പോ ഇത് 1, ഇത് 1. ഓക്കെ ആണേ. എന്നിട്ടോ ഈ കാണുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഇത് √3, ഇത് √3, ഈ കാണുന്നതും √3, ഈ കാണുന്നതും √3. അപ്പൊ റെക്ടാങ്കിളിനെ സംബന്ധിച്ച് അതിന്റെ നീളം, അല്ലെങ്കിൽ ചതുരത്തിനെ സംബന്ധിച്ച് ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാ, ഈ √3 കൂടെ ആഡ് ചെയ്താൽ പോരെ. √3 പ്ലസ് √3. അപ്പൊ എത്ര √3 ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ചക്ക പ്ലസ് ചക്ക 2 ചക്ക എന്ന് പറഞ്ഞ പോലെ √3 പ്ലസ് √3 2 √3, 2 √3. ഓക്കെ, അപ്പൊ √3 പ്ലസ് √3 എന്താണ്, 2 √3, 2 √3, 2 √3. വീതി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഈ കാണുന്ന 2 സെന്റിമീറ്റർ അല്ലേ, 2 സെന്റിമീറ്റർ. നീളം 2 √3, വീതി 2 സെന്റിമീറ്ററും. ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ ചുറ്റളവും പരപ്പളവും എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ പെരിമീറ്ററും ഏരിയയും. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ചുറ്റളവ് എന്ന് പറയുന്നത് ആകെ കൂടെയുള്ള ടോട്ടൽ ലെങ്ത് അല്ലേ, ആകെ കൂടെയുള്ള നീളമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ എത്രയുണ്ട്, √3 പ്ലസ് √3 പ്ലസ് 2 പ്ലസ് √3 പ്ലസ് √3 പ്ലസ് 2, ഈ എല്ലാ ലെങ്തും കൂടെ ആഡ് ചെയ്താൽ പോരെ. ചുറ്റിനുമുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയാം.
അല്ലെ, അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ്. ഇവിടെ എത്ര ലെങ്ത് ഉണ്ട്? 2 ലെങ്തും 2 ബ്രെഡ്ത്തും ഉണ്ട്. അപ്പൊ നമുക്ക് 2 ലെങ്തും ഉണ്ട് 2 ബ്രെഡ്ത്തും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 2 ഇൻറ്റു എൽ പ്ലസ് ബി, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അത് നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു ലെങ്ത്, നീളം എന്താ കൊണ്ടുവന്നേ? 2√3 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 ഇൻറ്റു 2√3 പ്ലസ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ √3യുടെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. √3യുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2√3, √3യുടെ വാല്യൂ എത്രയാ? √3യുടെ വാല്യൂ 1.73. അപ്പോ 2 ഇൻറ്റു 1.73 എന്താണ്? 1.73. എന്തിന്റെ വാല്യൂ? √3യുടെ വാല്യൂ പ്ലസ് 2. ഞാൻ ആ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള √3യുടെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ ചെയ്യാ? 2 ഇൻറ്റു 1.73യുടെ ഡബിൾ എത്ര വരും? 1.73യുടെ ഡബിൾ എത്ര വരും? 1ന്റെ ഡബിൾ എന്തായാലും 2. നമുക്ക് നോക്കാം. 1.73യുടെ ഡബിൾ നോക്കാം. 6, 14, 2.46 അല്ലേ? 2.46 പ്ലസ് 2. അപ്പോ 2ന്റെ കൂടെ 2.46 കൂട്ടുക. അപ്പൊ എത്ര വരും? 4.46. ഓക്കെ, 4.46. എന്നിട്ട് അതിന്റെ ഡബിൾ എടുത്താലോ? 4.46 ഇൻറ്റു 2, 12 ശിഷ്ടം 1, 8 1 9, 0.8, 4 ഇൻറ്റു 2 8. അപ്പൊ എത്ര വരും? 8.92 സെന്റിമീറ്റർ. എന്താണ്? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. എന്തിന്റെ പെരിമീറ്റർ? ആ കാണുന്ന റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. ക്ലിയർ ആണേ? പെരിമീറ്റർ കണ്ടുപിടിച്ച രീതി മനസ്സിലായല്ലോ, ചുറ്റളവ് കണ്ടുപിടിച്ച രീതി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനല്ലേ? ഏരിയ കൂടെ കണ്ടുപിടിക്കാനുണ്ട്, പരപ്പളവ് കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലെ? നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. നീളം ഗുണം വീതി അല്ലെ? പരപ്പളവ് സമം നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് നമുക്ക് കിട്ടിയത് 2√3 ആയിരുന്നു, ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടുന്നത് 2 ആണ്. അപ്പൊ എന്തായി? 2√3 ഇൻറ്റു 2. √3 ഉള്ള നമ്പർ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താ? ഇതാ ഈ കാണുന്ന 2ഉം ഈ കാണുന്ന 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 എത്രയാ? യെസ്, 4. അപ്പൊ 2√3 ഇൻറ്റു 2 എന്നുള്ള എങ്ങനെ കൊടുക്കാം? നമ്മൾ നേരത്തെ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ രീതി പറഞ്ഞ 2√3 2 പ്രാവശ്യം വരുന്നു. അപ്പൊ എത്ര √3 വരും? 4√3 വരും അല്ലെ? 2√3 ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം എന്ന് പറയുന്നത് ആവർത്തന സങ്കലനം അല്ലേ? ഐ മീൻ മൾട്ടിപ്പിൾ അഡീഷൻ ആണ്, റിപ്പീറ്റഡ് അഡീഷനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം അല്ലെ? റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ 2√3 2 പ്രാവശ്യം ആഡ് ചെയ്യാന്ന് പറയുന്നതും 2√3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ? എന്ന് പറഞ്ഞ പോലെ 2√3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 4√3 വരും. ഓക്കെ, 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? ആ റെക്ടാംഗിളിൽ നിന്ന് ആ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഫോർമുലേറ്റ് ചെയ്ത് മനസ്സിലാവണം. ഇക്വിലാറ്ററൽ ട്രയാംഗിളിൽ 4 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം നടുവേ കട്ട് ചെയ്തു. ആ നടുവേ കട്ട് ചെയ്തിട്ട് 2 പീസ് ആക്കുന്നു. ഇല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിനെ നടുവേ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? 2 പീസാക്കി. ഓക്കെ, 2 പീസില് ബേസ് എത്രയാണ്? 2 ആണ്. ഹൈറ്റ് എത്ര വന്നു? √3 വന്നു. അതിന് ഇങ്ങോട്ട് വെച്ചു അല്ലെ? ബേസ് 2 ആയിരുന്നു, ഹൈറ്റ് √3 ആയിരുന്നു, അത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ബേസ് എത്ര വന്നു? ഐ മീൻ ഇവിടുത്തെ ഹൈറ്റ് അല്ലേ √3 വന്നിരിക്കുന്നത്. അപ്പൊ 2 എണ്ണം വരുമ്പോഴത്തേക്ക് എന്താ? √3 പ്ലസ് √3 എത്ര വന്നു? റെക്ടാംഗിളിന്റെ ലെങ്ത് 2√3 വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? റെക്ടാംഗിളിന്റെ ലെങ്ത് വരുന്നത് 2√3 ആണ്, ബ്രെഡ്ത്ത് വരുന്നത് 2 തന്നെ. ഓക്കെ, ക്ലിയർ ആണ്? ആ ഇമേജ് നല്ലോണം ഒന്ന് നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ? √3 പ്ലസ് √3 2√3. ഇവിടെ ബ്രെഡ്ത്ത് വരുന്നത് 2. ഓക്കെ,
അപ്പോ ലെങ്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് എന്ത് കണ്ടുപിടിക്കാൻ, ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ. ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒന്ന് 2 × L + B എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നോക്കാം. അല്ലെ, ഇക്വേഷനായിട്ട് പഠിക്കണമെന്ന് ഒരു നിർബന്ധം ഞാൻ പറയുന്നില്ല. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റാവ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ആ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ വി കൻ മേക്ക് ഇറ്റ് പോസിബിൾ. എങ്ങനെയുണ്ട് വരിക, വി കൻ ഹാവ് 2 × L + B, 2 × ലെങ്ത് + 2 × ബ്രെഡ്ത്ത്. ഒരു റെക്ടാംഗിളിൽ 4 സൈഡ് ഉണ്ട്. ഈ 4 സൈഡിൽ 2 ലെങ്തും 2 ബ്രെഡ്ത്തും ഉണ്ടാവും. ഓക്കെ, റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അത് ബേസ് ചെയ്ത് നമുക്ക് ആൻസർ സോൾവ് ഔട്ട് ചെയ്യാം. ഒന്നുകൂടെ നോക്കി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇവിടെ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വി ക്യാൻ മേക്ക് എ ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറയുന്നത് ലംബകം എന്ന് പറയാം. ഓക്കെ, ലംബകം തന്നെ. കട്ടിംഗ് എ സ്ക്വയർ and an equilateral triangle with the sides twice that of the square and rearranging the pieces as below. If the side of a square is 2 cm, what is the perimeter and area of the trapezium? We can make a trapezium. ഒരു സമചതുരവും, സമചതുരം എന്ന് പറയുന്നത് സ്ക്വയർ, ഒരു സമചതുരവും അതിന്റെ വശങ്ങളുടെ 2 മടങ്ങ് നീളമുള്ള ഒരു സമഭുജ ത്രികോണവും. ഓക്കെ, എന്താ പറഞ്ഞേ, ഒരു സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ 2 മടങ്ങ് നീളമാണ് എന്ത്, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്. ഓക്കെ, സ്ക്വയറിന്റെ 2 മടങ്ങ് നീളമാണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്. ഇനി ഈ കാണുന്ന സംഭവത്തിനെ എന്ത് ചെയ്യുന്നു, നെടുവയും ക്രോസ് ആയിട്ടും ഡയഗണൽ ആയിട്ടും കട്ട് ചെയ്യുന്നു. ഡയഗണൽ ആയിട്ട് കട്ട് ചെയ്യുന്നു, ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കുന്നു, ഒരു ട്രപ്പീസിയം ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു ട്രപ്പീസിയം ഉണ്ടാക്കുന്നു. അങ്ങനാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, വാട്ട് ഈസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്താ തന്നിരുന്നേ, ഒരു സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ആ സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ആ സമഭുജ ത്രികോണം വേറുണ്ട്. സമഭുജങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള. ഓക്കെ, സമചതുരം. ഓക്കെ, സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരം. പിന്നെന്താ, സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ 3 വശങ്ങളുണ്ട്, 3 വശങ്ങളും തുല്യമായിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ സമഭുജ ത്രികോണം എന്താണ്, സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഡബിൾ ആണ്, ഇരട്ടിയാണ്. ഇനി സ്ക്വയറിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്ക്വയറിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കിയാലാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ വേറൊരു കളർ കൊടുത്തു മാത്രം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അതിനെ എന്ത് ചെയ്യുന്നു, നടുവേ മുറിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും, ഒബ്വിയസ്ലി അത് 4 ആയിരിക്കും. അപ്പോ ഇത് 2 വന്നു, 2 2, ഇതും 4 വന്നു. ഓക്കെ, ഇനി ഇതിലെ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് എടുക്കാം. 2 4, അപ്പൊ ഇത് എത്ര വരും, ഈ കാണുന്ന ഹൈറ്റ് എത്ര വരും? നമ്മൾ നേരത്തെ പറഞ്ഞ കേസില് എന്തായിരുന്നു, ഇത് 1 ഇത് 2 ആയിരുന്നു. അപ്പൊ ഇത് എത്രയാ വന്നേ, √3 ആ വന്നേ അല്ലെ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒന്ന് നോക്കിക്കേ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ആദ്യം നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 1 2 √3 വന്നിരുന്നത്. 1 2 √3 എങ്ങനെയാ, ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വന്നപ്പോ ഇത് 2 2 ആണെങ്കിൽ ഇത് 1 1, അപ്പൊ അതിന്റെ ഹൈറ്റ് √3 ആ വന്നേ. ഇവിടെ 2 4 വന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് തന്നെ, ഇതിന്റെ ഡബിളാ വന്നിരിക്കുന്നത് അല്ലെ. 2ന്റെ ഡബിൾ ആണ് 4 അല്ലെ. അങ്ങനെയാണെങ്കിൽ √3യുടെ ഡബിൾ അല്ലേ വരിക. √3യുടെ ഡബിൾ എത്ര വരും, 2√3. അത് തന്നെ, എന്താ വരിക, 2√3. അപ്പൊ ഡബിൾ എടുത്തു, എന്തിന്റെ, ഈ കാണുന്ന ഹൈറ്റിന്റെയും ഡബിൾ എടുത്തു. എന്തുകൊണ്ടാണ് ഡബിൾ എടുത്തേ,
ആദ്യം എടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായിരുന്നു, സൈഡ്സ് എല്ലാം 2 സെന്റിമീറ്റർ ആയിരുന്നു. ഇവിടെ സൈഡ്സ് എല്ലാം എത്രയായി, 4 സെന്റിമീറ്റർ ആയി. എങ്ങനെയാ 4 സെന്റിമീറ്റർ ആയി? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഈ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയാണോ അതിന്റെ ഡബിൾ ആണ്, അതിന്റെ 2 ഇരട്ടിയാണ് എന്ത്, ട്രയാങ്കിൾ. ഓക്കെ, അതിന്റെ 2 ഇരട്ടിയാണ് ട്രയാങ്കിൾ. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും, 4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നേരത്തെ ചെയ്ത കേസില് ഇവിടെയെല്ലാം 1, 2, √3 വന്നപ്പോൾ ഇതിന്റെ എല്ലാം ഇരട്ടി വന്നിട്ടുണ്ടെങ്കിൽ √3 ഇരട്ടിയല്ലേ ഇവിടെ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാ, 2√3 ആണ്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എത്രയാ വരുന്നത്, 2√3 ആണ്. ഇനി അപ്പോ ഈ കാണുന്ന ട്രയാങ്കിളും ഈ കാണുന്ന സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. സ്ക്വയർ എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നു. സ്ക്വയർ എന്ത് ചെയ്യുന്നു, ഡയഗണലി നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഡയഗണലി കട്ട് ചെയ്യുന്നു. ട്രയാങ്കിൾ ആണെങ്കിൽ നടുവേ മുറിക്കുന്നു, ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇനി ഇത് തമ്മിൽ ചേർത്ത് വെച്ച് എന്തുണ്ടാവുന്നു, ഒരു ട്രപ്പീസിയം മേക്ക് ചെയ്യുന്നു. ഏത് തമ്മിൽ ചേർത്ത് വെച്ചിട്ട്, ഈ സ്ക്വയറും ഈ കാണുന്ന ട്രയാങ്കിളും കൂടെ ചേർത്ത് വെച്ച് ഒരു ട്രപ്പീസിയം ഉണ്ടാക്കുന്നു. ഈ കാണുന്ന ട്രയാങ്കിൾ ചേർത്ത് വെച്ച് ആദ്യം ഈ കാണുന്ന ഒരു റെക്ടാങ്കിൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഏതാ, ഈ 2 ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു റെക്ടാങ്കിൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ആ റെക്ടാങ്കിൾ വരിക, ഈ കാണുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 അല്ലേ, ഇത് 2 വന്നു, ഇത് 4 ആണ്. ഈ കാണുന്ന ഭാഗം ഇതെന്തായിരുന്നു, ഇതെന്താ വന്നത് നമുക്ക് കിട്ടിയത്, ഇത് 2√3 ആ വന്നത് അല്ലെ, √3യുടെ ഇരട്ടി. അപ്പൊ ഇത് വരുന്നത് 2√3. ഓക്കെ, അതുപോലെ തന്നെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 2, 2√3, 4 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെക്ടാങ്കിൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യാം. ഒന്നുകൂടെ വൃത്തിക്ക് വരയ്ക്കാം. ഇത് എത്ര വരിക, ഇത് 2√3. ഇത് വരുന്നത് എത്രയാണ്, 2 ആണ്. ഈ കാണുന്ന ലെങ്ത് എത്ര വരും, 4 വരും. ഏത് കാണുന്ന ലെങ്താ, ഇവിടെ ഡയഗണൽ ആയിട്ട് ഫോം ചെയ്യുന്ന ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്ന ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഇനി ഈ കാണുന്ന ഭാഗം എന്താണ്, സ്ക്വയറിന്റെ ഭാഗമാണ് അല്ലെ, സ്ക്വയറിന്റെ ഭാഗമാണ്. ഇത് 2 വന്നു, ഇത് 2 വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ നമുക്കൊരു സ്ക്വയർ കൊണ്ടുവന്നാൽ ആദ്യത്തെ കേസിൽ ഒരു ഭാഗം മാത്രം എടുക്കാം. 1 വന്നപ്പോൾ ഓർമ്മയുണ്ടോ ചെയ്തത്, 1 വന്നപ്പോൾ ഇവിടെ എത്രയാ കിട്ടിയത്, ഇവിടെ കിട്ടിയത് √2 ആണ് അല്ലെ, അവിടെ കിട്ടിയത് √2 ആണ്. ഈ 1ന്റെ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, 2 ആണ് അല്ലെ. സ്ക്വയറിന്റെ ഒരു ഭാഗം സ്ക്വയറിന്റെ ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. ഒരു ഭാഗം വന്നിരിക്കുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണൽ എത്രയായിരിക്കും, ഇതിന്റെ 2 ഇരട്ടിയായിരിക്കും. കാരണം 1ന്റെ 2 ഇരട്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. 1ന്റെ 2 ഇരട്ടി ആണെങ്കിൽ √2ന്റെ 2 ഇരട്ടി ആയിരിക്കും വരിക. അപ്പൊ ആ കാണുന്ന ഡയഗണൽ എത്രയാണ്, 2√2 ആണ്. 2√2 ആണ്. ഓക്കെ, അപ്പോ ഈ കാണുന്ന ലെങ്ത് എത്രയാണ്, ഇതിന്റെ ലെങ്ത് എത്രയാ വരിക, 2√2. ഇത് എത്രയാ വരിക, 2√2. ഇവിടെ എത്രയാ വരിക, 2√3. താഴെ എത്രയാ വരിക, 2. ഓക്കെ, ക്ലിയർ. ഈ ഫിഗർ ഒന്നുകൂടെ നല്ലപോലെ നോക്കുക. എന്തുകൊണ്ട് എങ്ങനെ ആ രീതിയിൽ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് താഴെ ഒന്നുകൂടെ വരയ്ക്കാം. ഇതെല്ലാം കൊണ്ട് ചേർത്ത് വെച്ച് നമുക്കൊരു ഫിഗർ കൊണ്ടുവരാം. ഓക്കെ, എന്തായിരുന്നു, ഈ 2 ട്രയാങ്കിൾ ചേർന്നതാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോ ഈ കാണുന്നത് 2, ഇതും 2, ഇത് 2, ഇതും 2. ഇത് രണ്ടും എന്താണ്, സ്ക്വയറിന്റെ ഭാഗങ്ങളാണ്. ഇത് രണ്ടും ഇത് രണ്ടും സ്ക്വയറിന്റെ ഭാഗങ്ങളാണ്.
അപ്പൊ സ്ക്വയറിന്റെ ഭാഗം വന്നപ്പോഴത്തേക്ക് ഇവിടെ എത്രയായിരുന്നു 2√2 ആയിരുന്നു. അപ്പൊ ഇത് എത്രയാ? ഇത് 2√2 ആണ്. ഇതും 2√2 ആണ്. ഇതിന് പേര് കൊടുക്കാം എ ബി സി ഡി. ഇനി ഡി സി എന്ന് പറയുന്ന ലെങ്ത് എത്ര വരും? അത് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലേ? ദാറ്റ് ഈസ് 2√3. അപ്പൊ താഴെയും എത്ര വരും? 2√3 വരും. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്രയാ? എ ബിയുടെ ലെങ്ത് 2 പ്ലസ് 2 പ്ലസ് 2√3. ഏതൊക്കെയാ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2√3 ഉണ്ട്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. എ ബിയുടെ ലെങ്ത് വിൽ ബി 2 plus 2 4 plus 2√3. മണ്ടത്തരം കാണിക്കരുത്. 4 plus 2√3 ഒരിക്കലും 6√3 ഈക്വൽ അല്ല. ചിലപ്പോൾ അതിബുദ്ധി കാണിച്ച് എന്ത് ചെയ്യും? 4 plus 2 6 എന്ന് എഴുതിയിട്ട് 6√3 എന്ന് എഴുതും. മണ്ടത്തരമാണ് കാണിക്കരുത് കേട്ടോ. കാരണം ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. √3 ഉള്ള നമ്പറാണ്. അത് ആഡ് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4 plus 2√3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എ ബിയുടെ ലെങ്ത് കിട്ടി. സി ഡി ബാക്കിയുള്ള ലെങ്ത് എല്ലാം ഓൾറെഡി ആ ഫിഗറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് എഴുതാം. എ ബിയുടെ ലെങ്ത് 4 plus 2√3 ആണ്. ബി സി ആണെങ്കിലും എ ഡി ആണെങ്കിലും എത്രയാണ്? 2√2 ആണ്. സി ഡിയുടെ ലെങ്ത് എത്രയാ? സി ഡിയുടെ ലെങ്ത് 2√3 ആണ്. ഇനി ഇതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ്. അത് തന്നെ, എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? ഇത് ട്രപ്പീസിയമാണ്, ലംബകമാണ്, ക്വാഡ്രിലാറ്ററൽ ആണ്, ചതുർഭുജങ്ങളിൽ പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന് എത്ര സൈഡേ ഉള്ളൂ? 4 സൈഡേ ഉള്ളൂ അല്ലെ? എ ബി, ബി സി, സി ഡി, എ ഡി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും, അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും. ഓക്കെ ആണേ? ഓക്കെ, അപ്പൊ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. സോ ദ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എ ഡി. എ ബിയുടെ ലെങ്ത് എത്ര കിട്ടിയത്? 4 plus 2√3 പ്ലസ് ബി സി എന്താണ്? ബി സി 2√2 ആണ്. 2√2 പ്ലസ് സി ഡി എന്താണ്? 2√3 പ്ലസ് എ ഡി എന്താണ്? 2√2. ഓക്കെ, ഇനി ആ √2 വരുന്നതും √3 വരുന്നതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാണ്. 4 പ്ലസ് 2√3 പ്ലസ് ഇവിടെ ഒരു 2√3 എഴുതി. അത് ഇവിടെ ഒരു 2√3 ഉണ്ട്. 2√3 പ്ലസ് ഇവിടെ ഒരു 2√2 ഉണ്ട്. ഇവിടെ ഒരു 2√2 ഉണ്ട്. 2√2 പ്ലസ് 2√2. ഇനി 2√3 2√3 കൂടെ ആഡ് ചെയ്താൽ എത്ര √3 കിട്ടും? 2√3 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 2√3 പ്ലസ് 2√3 മൊത്തം എത്ര √3 കിട്ടും? 4 √3 കിട്ടും അല്ലെ? 2 √3യുടെ കൂടെ 2 √3 കൂടെ ചേർത്താൽ മൊത്തം എത്ര √3 ആണ്? 4 √3 ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ 4 പ്ലസ് 4√3 എന്ന് കൊടുക്കാം. ഓക്കെ ആണേ? ഇനി 2√2 പ്ലസ് 2√2 2√2ഉം 2√2 കൂടെ ആഡ് ചെയ്താൽ എത്ര √2 ഉണ്ടാവും? നേരത്തെ 2√3യും 2√3 കൂടെ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 4 √3 കിട്ടിയില്ലേ? എന്ന് പറഞ്ഞ പോലെ 2√2ഉം മറ്റൊരു 2√2 കൂടെ ആഡ് ചെയ്താൽ എത്ര √2 കിട്ടും? എത്ര √2 കിട്ടും? അത് തന്നെ, 4 √2 കിട്ടും. അപ്പൊ നമുക്ക് 4√2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? പോട്ടെ, എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് 4 ആണ്. 4 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് √3 പ്ലസ് √2. 4 കോമൺ ആയിട്ട് പുറത്തെടുത്തു. 4 എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംശയമാണ്, ഇവിടുന്ന് 4 പുറത്തു വന്നാൽ പിന്നെ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം. 4 എന്ന് പറയുന്നത് 4 into 1 4 ആണ്. അതിന് 4നെ പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ 1 എഴുതിയത്. 1 പ്ലസ് √3 പ്ലസ് √2. ഇനി √3യുടെ വാല്യൂ
√3 വാല്യൂ എത്രയാ? 1.73. √2 വാല്യൂ എത്രയാ? 1.41. അപ്ലൈ ചെയ്യാലോ. 4 into 1 plus 1.73 plus 1.41. ആഡ് ചെയ്യാലോ. ആഡ് ചെയ്തു. എങ്ങനെ വരും? 1.73 1.41 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 1.00 എന്ന് കൊടുക്കാമല്ലോ 1-ന്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 7 plus 3 plus 1 4. 7 plus 4 11. Carry over 1. 4.14. എത്ര വരും? 4.14. അപ്പോ 4 into 4.14. പുറത്തൊരു 4 ഉണ്ടേ. അത് മറക്കരുത് കേട്ടോ. അപ്പൊ അതിനെന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഗുണം 4 4 into 4 16. 16 6 ശിഷ്ടം 1. പോയിന്റ് അവിടെ കിടന്നോട്ടെ, മൈൻഡ് ചെയ്യണ്ട. 1 into 4 4 plus 1 എത്രയാ? 5. 4 into 4 again 16. ആ പോയിന്റ് നേരെ താഴോട്ട് കിട്ടും. പോയിന്റ് 16.56. 16.56 സെന്റിമീറ്റർ ആണ് എന്ത്? പെരിമീറ്റർ. ചുറ്റളവ് 16.56 സെന്റിമീറ്റർ ആണ്. ചെയ്തോന്നുള്ളത് നോക്കിക്കേ. നമുക്ക് AB 4 plus 2√3 വന്നു. CD 2√2 ആണ്. BC 2√2 ആണ്. CD 2√3 ആണ്. AD 2√2 ആണ്. ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ലോജിക് ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ വന്നത്? ദാ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഫിഗർ നല്ലപോലെ നോക്കി മനസ്സിലാക്കിയിട്ടേ ബാക്കി താഴോട്ട് ചെയ്യാളൂ കേട്ടോ. ഫിഗർ എങ്ങനെ ആ രീതിയിൽ വന്നു എന്നുള്ള ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ ഈസിയാണ്. ഓക്കെ. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെ നമുക്ക് ലെങ്ത് ബ്രെഡ്ത്ത്, അതായത് ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയാൻ പറ്റില്ല, ബാക്കിയുള്ള എല്ലാ സൈഡ്സും കിട്ടി. AB BC CD AD എല്ലാ സൈഡ്സും നമുക്ക് റൂട്ട് ഉള്ള വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഒരു ട്രപ്പീസിയത്തിന്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്തോടെ കണ്ടുപിടിക്കാനുണ്ട്? ഏരിയയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ട്രപ്പീസിയത്തിനെ സംബന്ധിച്ച് ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഏത് രീതിയിലാണ്? ആ ട്രപ്പീസിയത്തിന്റെ നമുക്ക് ആ മെഷർമെന്റ് ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. ട്രപ്പീസിയത്തിന്റെ മെഷർമെന്റ് എന്തായിരുന്നു? ലംബകം. ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം, അതിന്റെ മെഷർമെന്റ് എന്താ വന്നത്? ഇപ്പോ A B C D ഇവിടെ നിന്നും കൂടി ജോയിൻ ചെയ്തു. ഇത് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്തു. നമ്മൾ അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നു? ഇത് 2 ആണെന്നും ഇത് 2 ആണെന്നും ഇത് 2 ഇത് 2. ഇതെത്ര വന്നു? 2√3 വന്നു. ഇതും 2√3 വന്നു. ഇത് 2√2 ആണെന്നും ഇത് 2√2 ആണെന്നും കിട്ടി. ഇനി ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. എളുപ്പമാണ്. നമുക്കൊരു ട്രപ്പീസിയം കൊണ്ടുവന്നാൽ അതിന്റെ ട്രപ്പീസിയം അല്ലെങ്കിൽ ഒരു ലംബകത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു പെയർ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, 1 pair of parallel sides will be equal. നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡബിൾ ചെയ്താൽ ഈ ഒരു 2 ട്രയാങ്കിൾ ആയി. ഇനി ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ 2√3 into 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും. 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റെക്ടാങ്കിളിന്റെ ഏരിയയും ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് ഡബിൾ ചെയ്താൽ മതി. ഓക്കെ, 2 രീതിയിൽ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. ഏതാണോ നിങ്ങൾ ആപ്റ്റായിട്ട് ഫീൽ ചെയ്തത് അത് ഫോളോ ചെയ്യാം. ഓക്കെ ആണേ? ഓക്കെ, ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു ട്രപ്പീസിയം വന്നാൽ ട്രപ്പീസിയത്തിന് 2 പാരലൽ സൈഡ്സ് ഉണ്ടാവും, 2 സമാന്തര വശങ്ങൾ ഉണ്ടാവും. ആ സമാന്തര വശങ്ങൾ അല്ലെങ്കിൽ 2 പാരലൽ സൈഡ്സ് ഞാൻ A എന്നും B എന്നും കൊടുക്കും. എയും ബിയും. ഇനി ഈ 2 സമാന്തര വശങ്ങൾ തമ്മിലൊരു അകലം ഉണ്ടാവും. പാരലൽ ലൈൻസ് ആണോ
ഇവർ തമ്മിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു അകലം ഉണ്ടാവും. അതൊരിക്കലും കുറയുകയില്ല കൂടുകയില്ല. ഓക്കെ, അതുകൊണ്ടല്ലേ അതിനെ പാരലൽ ലൈൻ എന്ന് പറയാം. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത ഇത് രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടത്തുമില്ല, അകന്നു പോകത്തുമില്ല. അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അകലത്തിന് നമ്മൾ ഹൈറ്റ് എന്ന് കൊടുത്തു, h കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു a പ്ലസ് ബി ഇൻറ്റു h. എന്താ വന്നേ? ഈ രണ്ട് സമാന്തര വശങ്ങളുടെ തുക, അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, പകുതി എടുക്കുക. അപ്പൊ ഏരിയ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്തെടുക്കാം? ഹാഫ് ഇൻറ്റു സമാന്തര വശങ്ങൾ എന്ന് പറയുമ്പോൾ എ ബിയും പ്ലസ് സി ഡിയും ഇൻറ്റു ഹൈറ്റ്. ഇവര് തമ്മിലെ ഹൈറ്റ് എത്രയാ? 2 ആണ്. ഓക്കെ, എ ബി പ്ലസ് സി ഡി ഇൻറ്റു 2. ഹൈറ്റ് 2 ആണ്, കാരണം ഇവര് തമ്മിലുള്ള ഹൈറ്റ് 2 ആണ്. അപ്പോ ഹാഫ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ 4 പ്ലസ് 2√3, 4 പ്ലസ് 2√3, 4 പ്ലസ് 2√3 പ്ലസ് സി ഡി എത്രയാ? 2√3. 4 പ്ലസ് 2√3 പ്ലസ് 2√3. അപ്പോ ഇതെന്തായി? ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ടേ. ഏതാ? ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ 2 ഉണ്ട്. നമുക്ക് വേണ്ടതാ ഈ 2 കട്ട് കളയാം. ബാക്കി എന്താ ഉള്ളത്? 4 പ്ലസ് 2√3 പ്ലസ് 2√3. എത്ര √3 ഉണ്ട്? നേരത്തെ പറഞ്ഞ പോലെ 4√3 ഉണ്ട്. 2√3 പ്ലസ് 2√3 4√3. നമുക്ക് ഇനി √3യുടെ വാല്യൂ കൊടുക്കാം. 4 പ്ലസ് 4 ഇൻറ്റു, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ 4 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 പ്ലസ് √3 എന്ന് വരും. 4 ഇൻറ്റു 1 പ്ലസ് 1.73. ഓക്കെ, 4 ഇൻറ്റു 1 പ്ലസ് 1.73, 4 ഇൻറ്റു 2.73 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.73നെ എന്ത് ചെയ്യാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഗുണം 3 12, ശിഷ്ടം 1. 7 4 28, 1 29, ശിഷ്ടം 2. പോയിന്റ് ഇട്ടോ. 4 2 6, 6.92. ഇതൊരു രീതി. ഏത് രീതിയിൽ ഉപയോഗിച്ച്? ഏരിയയുടെ ഇക്വേഷൻ എന്തായിട്ട് എടുത്തു? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്നുള്ള രീതിയിൽ എടുത്തു. രണ്ടാമതൊരു രീതി ഞാൻ പറഞ്ഞ എന്താണ്? നീ അത് ക്ലിയർ ആണ്. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചേക്കാം. എന്താ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഓക്കെ, അതില് എയും ബിയും വരുന്നത് എന്തായിരുന്നു? പാരലൽ സൈഡ്സ് ആയിരുന്നു. എച്ച് വരുന്നത് അതിന്റെ ഹൈറ്റ് ആയിരുന്നു. ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു. രണ്ടാമത് പറഞ്ഞ രീതി എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ, ഇപ്പൊ ഞാൻ എന്താ 1ഉം 2ഉം എന്താണ്? ട്രയാങ്കിൾ തന്നെയാണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലെ? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 2 ആണ്. ഹൈറ്റും 2 ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ ഇത് കട്ട് ചെയ്താൽ എത്ര വരും? 2 വരും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ 2 ആണ്. രണ്ടാമത്തതും എന്ത് തന്നെയാണ്? ട്രയാങ്കിൾ തന്നെയാണ്. അതിന്റെയും ഏരിയ തന്നെയാണ് 2 തന്നെ ഉള്ളൂ, കാരണം 2 ഒരേ സൈസ് വരുന്ന സാധനം. ഇനി റെക്ടാങ്കിൾ വന്നപ്പോൾ അതിന്റെ ലെങ്ത് 2√3 ആണ്. ബ്രെഡ്ത്ത് വരുന്നത് 2 ആണ്. അതിന്റെ ഏരിയ എത്ര വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് 2√3 ഇൻറ്റു 2. 2√3 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. എത്ര വരും? 4√3 വരും. ഇനി ഇതെല്ലാം കൂടെ ഏതാ? 2 ട്രയാങ്കിളും ഈ റെക്ടാങ്കിളും കൂടെ ആഡ് ചെയ്യുന്നതല്ല ഇതിന്റെ ടോട്ടൽ ഏരിയ, ട്രപ്പീസിയത്തിന്റെ ഏരിയ. 2 ട്രയാങ്കിളും ഏരിയ വരുമ്പോഴത്തേക്ക് എന്താ? 1 പ്ലസ് 2 പ്ലസ് റെക്ടാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിളും ആ റെക്ടാങ്കിളും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിന്റെ ടോട്ടൽ ഏരിയ കിട്ടും.
അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ 2 രണ്ടാമത്തതും 2 ഇത് എത്ര വന്നു 4√3 വന്നു. ദാറ്റ് ഈസ് 4 പ്ലസ് 4√3. ദാ സെയിം ഇത് തന്നെ വന്നു 4 പ്ലസ് 4√3 വന്നു. ബാക്കി സെയിം സാധനം തന്നെ. ഓക്കെ, ഇനി ഞാൻ ഈ ചെയ്ത പോലെ 4 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. വേണമെങ്കിൽ √3യുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണെങ്കിലും ചെയ്യാം. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ? നോക്ക്, ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കേ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിക്കേ. നമുക്ക് ആദ്യം ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. സ്ക്വയർ 2 ട്രയാങ്കിൾ ആക്കി, ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും ആക്കി കൊണ്ടുവന്നു. പിന്നെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. പ്രത്യേകത പറഞ്ഞ എന്താ, സ്ക്വയറിന്റെ ഡബിൾ സൈസ് ആണ്. അങ്ങനെ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നടുവേ മുറിച്ചിട്ട് അതൊരു റെക്ടാങ്കിൾ ആയിട്ട് ഫോം ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ട്രപ്പീസിയം കൊണ്ടുവന്നു. ഈ ട്രപ്പീസിയത്തിന്റെ ലെങ്തും ബാക്കിയുള്ള എല്ലാ സൈഡ്സിന്റെയും ലെങ്ത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. ഏരിയ തന്നെ നമ്മൾ 2 രീതിയിൽ കണ്ടുപിടിച്ചു. ഒന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്തു, ½ × a + b × h. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. 2 ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളും ആക്കി ചെയ്തു. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. The picture shows the figure formed by joining 2 squares. 2 സ്ക്വയർസ് ഉണ്ട്, 2 സമചതുരങ്ങളുണ്ട്. ഓക്കെ, 2 സമചതുരങ്ങളുണ്ട്. ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന 2 സമചതുരങ്ങൾ അല്ലെങ്കിൽ 2 സ്ക്വയർസ്, അതിന്റെ പ്രോപ്പർ ഏരിയ ഇതിനകത്ത് പറയുന്നുണ്ട്. One of them is 27 centimeter square. The another one is 12 centimeter square. ഓക്കെ, 27 centimeter square ഉം 12 centimeter square. അങ്ങനാണെങ്കിൽ ഇവർ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ. ഓക്കെ, കറക്റ്റ് ടു എ സെന്റിമീറ്റർ. 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച രൂപമാണ് ചിത്രത്തിൽ. ഈ രൂപത്തിന്റെ താഴത്തെ വശത്തിന്റെ നീളം സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഓക്കെ, സെന്റിമീറ്ററിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോ ഇവിടെ ഒരു സൈഡ് എത്രയാണെന്ന് അറിയണം. ഇഫ് ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 27 centimeter square, എന്തായിരിക്കും അതിന്റെ സൈഡ് വരിക? If area of a square is 27 centimeter square, one side will be root of 27. Okay, if area of a square is 27 centimeter square, one side will be root 27. Root 27. ഇവിടെ area of a square 12 ആണെങ്കിലോ ഒരു സൈഡ് എത്ര വരും? root 12. ഓക്കെ, ഏരിയ ഓഫ് എ സ്ക്വയർ 27 വന്നപ്പോൾ ഒരു സൈഡ് root 27 ഉം ഏരിയ ഓഫ് എ സ്ക്വയർ 12 വന്നപ്പോൾ ഒരു സൈഡ് root 12 വന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിച്ചാൽ പോരെ? ഈ 2 ലെങ്തും കൂടെ ആഡ് ചെയ്താൽ പോരെ? നമുക്കിവിടെ എ ബി സി എന്ന് കൊടുക്കാം. എ ബിയുടെ ലെങ്ത് എത്രയാ? root 27 ആണ്. ഈ 27ലേക്ക് വരാൻ എന്തെങ്കിലും ഒരു എളുപ്പവഴിയുണ്ടോ? നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള രീതിയിൽ, പൂർണ്ണവർഗം എന്നുള്ള രീതിയിൽ നോക്കിയാൽ 27 എന്ന് പറയുന്നത് 9 × 3 ആണ്, 9 × 3 ആണ് അല്ലെ? അതില് 9 സ്ക്വയർ ഉണ്ടല്ലോ, 9ന്റെ സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, root 9 × root 3. root 9 എത്രയാ? 9 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? അങ്ങനെ ഓർത്താൽ മതി. റൂട്ട് എന്ന് ആലോചിക്കുന്നതിനും എളുപ്പ വഴി 9 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് ഓർത്താൽ മതി. എന്തായാലും ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയർസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ 9 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? യെസ്, എന്തിന്റെയാ? 3യുടെ സ്ക്വയർ ആണ്. സോ root 9 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ഓക്കെ, 3 × root 3 നമുക്ക് എന്തായിട്ട് എഴുതാം? അത് 3√3 ആയിട്ട് എഴുതാം. 3 × root 3 എന്താണ്? 3√3 ആണ്. ഇനി ബി സിയുടെ ലെങ്ത് അതിവിടെ തന്നെ ചെയ്തേക്കാം, നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. ബി സിയുടെ ലെങ്ത് എത്രയാ? root 12 ആണ്. root 12നെ വേറെ ഏതെങ്കിലും ഒരു പാറ്റേണിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ്? ദാറ്റ് ഈസ് 4 × 3 അല്ലെ? 4 × 3 12 അല്ലേ? അപ്പോ 12നെ നമുക്ക് എന്തുകൊണ്ടുവരാം? 4 × 3 root of
4 into 3 എന്ന് കൊടുക്കാം. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ √4 into √3 എന്ന് കൊണ്ടുവരാം. √4 എത്രയാ? 4ന്റെ റൂട്ട് എത്രയാ? 4 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? അതെ 2ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ √4 എത്രയാണ്? 2 ആണ്. 2 into √3 that is 2√3. ഇനി എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ടോട്ടൽ ലെങ്ത് അല്ലേ. എ സി എന്ന് പറയുന്നത് എന്തൊക്കെയാ? എ ബിയും ബി സിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. എ ബി എന്താ? 3√3 ആണ്. എ ബി വന്നത് 3√3 ആണ്. ബി സി വരുന്നത് 2√3 ആണ്. അപ്പോ 3√3യും 2√3യും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ മൊത്തം എത്ര √3 ഉണ്ട്? 3√3ന്റെ കൂടെ 2√3 കൂട്ടിയാൽ മൊത്തം എത്ര √3 ഉണ്ട്? യെസ്, 5√3 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 5√3 എന്ന് കൊടുക്കാം. ക്ലിയർ ആണേ? 5√3. ഓക്കെ. ഇനി √3യുടെ വാല്യൂ കൊടുത്താലോ? 5 into 1.73. √3യുടെ വാല്യൂ 1.73. 1.73നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്ത് നോക്കിക്കേ. 1.73നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. 1.73 into 5 എത്ര വരാം? 3 5s are 15. Carry over 1. 7 5s are 35. 35 plus 1 36. Carry over 3. 5 plus 3 8. 8.65. 8.65 centimeter. എത്ര സെന്റിമീറ്റർ ആണ് എ സിയുടെ ലെങ്ത്? 8.65 സെന്റിമീറ്റർ. ഈ ചോദ്യവും ഈ ഫിഗർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ കാര്യം ചെയ്യാനുണ്ടെന്ന് തോന്നും. പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു കാര്യം ഓർത്താൽ മാത്രം മതി. ഒരു ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഏരിയ 27 വന്നപ്പോൾ ഒരു സൈഡ് √27ഉം സ്ക്വയറിന്റെ ഏരിയ 12 വന്നപ്പോൾ ഒരു സൈഡ് √12ഉം കൊണ്ടുവന്നു. അങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ലോജിക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസിയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? √27നെ നമുക്ക് എന്ത് ചെയ്യാം? 3√3 എന്ന് എഴുതാം. √12നെ നമുക്ക് 2√3 എന്ന് എഴുതാം. ആ എഴുതുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 9 into 3 കൊണ്ടുവന്നു. പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണ വർഗത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ എ ബി 3√3യും ബി സി 2√3 ആയി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 3√3യും 2√3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5√3 കിട്ടും. ഇനി ആ √3യുടെ വാല്യൂ എത്ര കൊടുക്കുക? 1.73 കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8.65. 8.65 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. ടോട്ടൽ എ സിയുടെ ലെങ്ത്. ക്ലിയർ ആണേ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് നോക്കാം. Okay, in the figure shows two squares with two corners joined. Find the length of the slanted line. ഈ ചരിഞ്ഞ വരയുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് സമചതുരങ്ങൾ ഒരു മൂലയിൽ ചേർത്ത് വെച്ച രൂപമാണ് ചിത്രത്തിൽ. ചരിഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കുക. ഓക്കെ, ചരിഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കുക. ഈ കാണുന്ന ചരിഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം ഓൾറെഡി എന്താന്ന് പറയുന്നുണ്ട്? സമചതുരമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ്. അങ്ങനാണെങ്കിൽ അതിനാദ്യം ഈ ഡയഗണൽ എത്രയാണെന്ന് അറിയണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ എ ബി സി ഡി ഇ, ഞാൻ ഇത് മാത്രം കൊണ്ടുവരുന്നു. ഇത് ഇ. അതില് എ സിയുടെ ലെങ്തും സിഇയുടെ ലെങ്തും കണ്ടുപിടിച്ചാൽ ടോട്ടൽ നീളം ആയില്ലേ? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുവാണേ. ഇവിടെ 3 വന്നപ്പോൾ ഇവിടെയും 3 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. എന്തുകൊണ്ടാ? സ്ക്വയർ ആയതുകൊണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഒരു കാര്യം കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? എന്തെന്നാൽ ഇത് 1 വന്നപ്പോൾ ഇതെത്രയാ വന്നേ? √2 ആണ് വന്നേ. 1 √2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി കൊണ്ടുവന്നാലോ? ഡബിൾ ആക്കിയാലോ? ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പൊ ഇത് എത്ര വരും? ഇതിന്റെയും ഡബിൾ വരില്ലേ? ഡബിൾ ചെയ്താൽ ഇത് എത്ര വരും? 2√2. ഓക്കെ, എത്ര വന്നു? 2√2 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 3 മടങ്ങാക്കുകയാണെങ്കിലോ? ഒരു വശം 3 മടങ്ങാക്കുകയാണെങ്കിലോ?
3 മടങ്ങാക്കുകയാണെങ്കിൽ ഇത് 3 ഇത് 3, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? യെസ്, ഇതിന്റെ 3 മടങ്ങ് അല്ലെ, ഇതിന്റെ 3 മടങ്ങാണ്. അപ്പൊ എത്ര വരും? 3√3. എളുപ്പമായേ, സംഭവം എളുപ്പമായേ. അപ്പൊ ഇവിടെ 3യും ഇവിടെ 3 സെന്റിമീറ്ററും വന്നാൽ ഈ കാണുന്ന ലെങ്ത് എത്രയാണ്? 3√3 ആണ്. ഇവിടെ 2 സെന്റിമീറ്റർ വന്നാൽ ഇത് എത്രയാണ്? 2√2 ആണ്. അപ്പോ AC-യുടെ ലെങ്ത് 3√3 ആണ്, CE-യുടെ ലെങ്ത് 2√2 ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്തി ചെയ്താൽ മതി, 3√3യും 2√2യും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്, ഈ ഒരു രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? AC-യുടെ ലെങ്ത് 3√3 ആണെന്നും CE-യുടെ ലെങ്ത് 2√2 ആണെന്നും മനസ്സിലായി. CE-യുടെ ലെങ്ത് 2√2 ആണെന്നും മനസ്സിലായി. ഇതുപയോഗിച്ചിട്ട് ടോട്ടൽ ലെങ്ത് AE കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന 3√3യും പിന്നെ 2√2യും തമ്മിൽ ആഡ് ചെയ്താൽ മതി. 3√3യും 2√2യും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി √3യുടെ വാല്യൂ എത്രയാ? പഠിച്ചില്ലേ? √3യുടെ വാല്യൂ പഠിച്ചില്ലേ? എത്രയാണ് വരുന്നത്? 1.73. √3യുടെ വാല്യൂ 1.73. √2ന്റെ വാല്യൂ എത്രയാണ്? പറഞ്ഞോളൂ. √2ന്റെ വാല്യൂ എത്രയാണ്? അത് തന്നെ, 1.41. √2ന്റെ വാല്യൂ എത്രയാണ്? 1.41. ഇനി നമുക്ക് AEയുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. AEയുടെ ടോട്ടൽ ലെങ്ത് എന്താ വരിക? √3യുടെ വാല്യൂ 1.73 ഇട്ട് കൊടുക്കാലോ. അപ്പൊ എന്താ? 3 into 1.73 plus 2 into 1.41 ആണേ. 3 into 1.73 plus 2 into 1.41. അപ്പോ ഇതങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ പോരെ? ഈസി അല്ലേ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തേ. ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് നോക്കട്ടെ, ചെയ്ത് നോക്കാം. ഞാനാണോ നിങ്ങളാണോ ആദ്യം ചെയ്യുന്നത് നോക്കാം. 1.73നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 3 times 3 9, 7 times 3 21, carry over 2, 3 plus 2 5, 5.19, 5.19 plus 1.41ന്റെ ഡബിള്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും എടുക്കുന്നു എന്ന് മാത്രം. 2.82, 2.82. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 2.82ന്റെ കൂടെ 5.19 കൂട്ടുക. കൂട്ടുമ്പോ എത്ര വരും? 9ഉം 2ഉം 11, ക്യാരി ഓവർ 1, ശിഷ്ടം 1. 8ഉം 2ഉം 10, ശിഷ്ടം 1. 8.01, 8.01 സെന്റിമീറ്റർ. 8.01 സെന്റിമീറ്റർ എന്തിന്റെ ലെങ്ത് ആണ്? ആ ഡയഗണലിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. ഏത് ഡയഗണലിന്റെ? ഇതായി കാണുന്ന AEയുടെ ടോട്ടൽ ലെങ്ത് ആണ് അല്ലേ? AC-യും CEയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് ആണ് എത്ര കിട്ടിയത്? 8.01. 8.01 ചെയ്ത രീതി ഒന്ന് നോക്കിക്കേ. അതിന് പ്രധാനമായും ഈ ഒരു സംഗതി അറിയണം. ഓക്കെ, ആ ഒരു സംഗതി അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഈ ഒരു മെറ്റീരിയൽ 1/√2 വരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആണെന്നും ട്രിപ്പിൾ ആണെന്നും 2 മടങ്ങാണ് 3 മടങ്ങാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് 2√2 ആണെന്നും ഇത് 3√3 ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് 3√3 എന്നും മറ്റേത് 2√2 എന്നും എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാ? ടോട്ടൽ ആഡ് ചെയ്താൽ പോരെ? 3√3യും 2√2യും തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കിക്കേ. ഒരു മിസ്റ്റേക്ക് ഉണ്ട്.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫിഗർ ഷോസ് ടു സ്ക്വയർസ് വിത്ത് ടു കോർണേഴ്സ് ജോയിൻഡ്. രണ്ട് കോർണറുകൾ ജോയിൻ ചെയ്ത് ഒരു സ്ക്വയർ ഫോമിലേക്ക് ചെയ്തിരിക്കുന്നു. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ലാന്റഡ് ലൈൻ. ഈ ചരിഞ്ഞ വരയുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ട് സമചതുരങ്ങളുടെ വശങ്ങളുടെ നീളം എത്രയാണ്? 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററുമാണ്. ഈ 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയറും 2 സെന്റിമീറ്റർ നീളമുള്ള മറ്റൊരു സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. തമ്മിൽ കോർണർ ടു കോർണർ ജോയിൻ ചെയ്ത് വെക്കുന്നു. ഈ കോർണർ ടു കോർണർ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയറുകളുടെ എന്ത് കണ്ടുപിടിക്കണം? ഡയഗണലിന്റെ ടോട്ടൽ ലെങ്ത് അറിയണം. വികർണത്തിന്റെ ആകെ നീളം എത്രയാണെന്ന് അറിയണം. വലിയ സമചതുരത്തിന്റെ, വലിയ സ്ക്വയറിന്റെ വികർണവും ഡയഗണലും ചെറിയ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലും തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇത് 1 സെന്റിമീറ്ററും ഇത് 1 സെന്റിമീറ്ററും ആണെങ്കിൽ ഈ കാണുന്നത് എന്തായിരിക്കും? അതെ, √2 ആയിരിക്കും അല്ലെ? √2ന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ √2 എങ്ങനെ വന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. 1 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ ആണെങ്കിൽ അപ്പുറത്ത് വരുന്നത് എന്താണ്? √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ആയാൽ ഇത് 2 സെന്റിമീറ്ററും ഇത് 2 സെന്റിമീറ്ററും ആയാൽ എന്താ ഇവിടെ ചെയ്തേ? ഒന്നിന്റെ ഡബിൾ എടുത്തു അല്ലെ? അപ്പൊ √2ന്റെയും ഡബിൾ അല്ലേ വരിക? ഇവിടെ എന്ത് വരും? 2√2 വരും അല്ലെ? അവിടെ എന്ത് വരും? 2√2 വരും. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിലോ 3 മടങ്ങായി അല്ലെ? അപ്പോ √2ന്റെയും എന്ത് വരും? 3 മടങ്ങ് വരും. അപ്പൊ എത്ര വരിക? 3√2. √2ന്റെ 3 മടങ്ങ്. √2ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3√2. √2ന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2√2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് നമുക്ക് നോക്കിയാലോ. ഈ കാണുന്ന ലെങ്ത് 3√2 ആണ്. ഈ കാണുന്ന ലെങ്ത് 2√2 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു പേര് കൊടുത്താലോ. A, B, C, D, E. ഓക്കെ, ABCയുടെ അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബേസ് 3 ആണ്. ഇതും 3 ആണ്. കാരണം ഇതൊരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരമാണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോ ഈ കാണുന്നത് 3√2 ആണ്. അപ്പുറത്ത് വരുന്നത് എത്രയാണ്? 2√2 ആണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? AC-യുടെ ലെങ്ത് 3√2 വന്നു. CE-യുടെ ലെങ്ത് 2√2 വന്നു. അപ്പൊ ടോട്ടൽ AE എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 3√2ഉം 2√2 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മൊത്തം എത്ര √2 വന്നു? 3√2ഉം 2√2 കൂടെ കൂട്ടുമ്പോൾ എത്ര √2 ആണ്? യെസ്, ദിസ് ഈസ് 5√2. നേരത്തെ നമ്മൾ 5√3 വന്നതുപോലെ ഇവിടെ 5√2. ഓക്കെ, അപ്പൊ 5√2 വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണം? √2ന്റെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാം. √2ന്റെ വാല്യൂ എത്രയാണ്? നമ്മൾക്ക് നേരത്തെ √3യുടെ വാല്യൂ ഒക്കെ പറഞ്ഞില്ല. അതുപോലെ √2ന്റെ വാല്യൂ എത്രയാ? അതന്നെ 1.41. 1.41. അപ്പൊ 5 into 1.41 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1.41നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 5s are 5, 4 5s are 20, carry over 2, ശിഷ്ടം 2, 5ഉം 2ഉം 7, 7.05. 7.05 ആണ് എന്തിന്റെ ലെങ്ത്? ആ കാണുന്ന ചരിഞ്ഞ വരയുടെ സ്ലാന്റഡ് ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 7.05 ആണ്. എങ്ങനെ ഇത് 7.05 കിട്ടിയെന്ന് മനസ്സിലായോ? ഓക്കെ, അതിന് ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? 1 വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കണം. 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ എടുക്കുമ്പോൾ ഒന്നിന്റെ ഡബിൾ എടുത്ത പോലെ ആണെങ്കിൽ √2ന്റെയും എന്ത് ചെയ്താൽ മതി? ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ കാണുന്ന ഇത് രണ്ടും 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ കാണുന്ന സ്ലാന്റഡ് ലൈൻ എത്രയായിരിക്കും? 2√2 ആയിരിക്കും. ഇങ്ങനെ അതേപടി ഇത് 3 ആണെങ്കിലോ, അതായത് 1ന്റെ 3 മടങ്ങ് എടുത്തു. അപ്പൊ √2ന്റെയും 3 മടങ്ങ് എടുക്കുക. √2ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3√2. അപ്പൊ ഇവിടെ 3, ഇത് 3. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ലെങ്ത് എത്രയായിരിക്കും? 3√2 ആയിരിക്കും. ഓക്കെ, 3√2 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക്
എ സിയുടെ ലെങ്ത് 3√2 ആണെന്നും മറ്റേത് 2√2 ആണെന്നും കിട്ടി. ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലെ? എ സിയും പിന്നെ അതിന്റെ മേലുള്ള സിയും കൂടെ ആഡ് ചെയ്യണം. 3√2ഉം 2√2ഉം കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 + 2 5√2 അല്ലെ? 3√2ന്റെ കൂടെ 2√2 കൂട്ടുമ്പോൾ 5√2. ഇനി √2ന്റെ വാല്യൂ എത്രയാ? 1.41. 1.41 അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 5 × 1.41. 1.41നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 7.05. അപ്പൊ 7.05 സെന്റിമീറ്റർ ആണ് എന്ത് വരിക? എന്തിന്റെ ലെങ്ത്? ആ ചരിഞ്ഞ വരയുടെ സ്ലാന്റഡ് ലൈനിന്റെ നീളം. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെരിമീറ്റർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്താണിത്? ക്ലിയർ ആണ്? പൈതഗോറസ് തിയറം തന്നെ. പൈതഗോറസ് തിയറം പറയുന്നതിനനുസരിച്ച് ഇത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ ചിത്രത്തിലെ മട്ടത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ നീളവും ചുറ്റളവും കണക്കാക്കുക. എങ്ങനെ വരും? Triangle its perimeter and also its perimeter. Calculate the length of the third side of the right triangle. അപ്പോ ഈ സൈഡ് എത്രയാണെന്ന് അറിയണം, ആ സൈഡ് എത്രയാണെന്ന് അറിയണം. എങ്ങനെ അറിയും? എന്തെങ്കിലും വകുപ്പുണ്ടോ? നമ്മൾ പൈതഗോറസ് തിയറം പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? പൈതഗോറസ് തിയറം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് 18 ആണ്, ഇത് 50 ആണ്. ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ക്വയർ തമ്മിൽ കൂട്ടുന്നതായിരിക്കണം എന്ത്? ഈ കാണുന്ന 50 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സാങ്കല്പികമായിട്ട് ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? ഇത് നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി. ഓക്കെ, അപ്പോ എ സിയുടെ നീളം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയാണെന്ന് അറിയണം, ഇതിന്റെ പരപ്പളവ് എത്രയാണെന്ന് അറിയണം. 1, ഇത് 2, ഇത് 3. നമുക്കറിയാം ഏരിയ നോക്കുമ്പോൾ ഒന്നാമത്തിന്റെ ഏരിയയും രണ്ടാമത്തിന്റെയും കൂടെ ഏരിയ ആഡ് ചെയ്താൽ മൂന്നാമത്തിന്റെ ഏരിയ കിട്ടണം. ഓക്കെ, ഏരിയ അറിയാമെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നേരത്തെ ചെയ്തതുപോലെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ അതിന് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തിന്റെ ഏരിയ അറിയില്ല, അതങ്ങനെ തന്നെ ഇടന്നോട്ടെ. പ്ലസ് രണ്ടാമത്തിന്റെ ഏരിയ 18 ആണ്, ഈക്വൽ ടു 50. 18ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 18ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 കിട്ടും? എത്ര വരാ? 18ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 കിട്ടുക? അത് തന്നെ. അപ്പോ ഒന്നാമത്തിന്റെ ഏരിയ എത്ര വരാ? മൈനസ് ചെയ്താൽ മതി. 50 - 18 എത്ര വരും? 50 - 18. യെസ്, ഇറ്റ് ഈസ് 32. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരാ? ഇതിന്റെ ഏരിയ വരുന്നത് 32 ആണ്. 32 നമുക്കിപ്പോ കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ മൂന്നെണ്ണത്തിന്റെയും ഏരിയ കിട്ടി, മൂന്നെണ്ണത്തിന്റെയും പരപ്പളവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ നീളം എത്ര, ബി സിയുടെ നീളം എത്ര, എ സിയുടെ നീളം എത്ര? ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. ഇതിന്റെ ഏരിയ 50 ആണെങ്കിൽ എ ബിയുടെ നീളം എത്ര വരും? റൂട്ട് 50 ആണ്. ഏരിയ കിട്ടിയാൽ സൈഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാ, അതിന് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. റൂട്ട് 50 ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ബി സി എത്രയാന്ന് പറഞ്ഞേ? അതിന്റെ ഏരിയ 18 ആണ്. ഏതിന്റെ ഏരിയ? ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ 18 ആണ്. എങ്കിൽ ഈ കാണുന്ന ലെങ്ത് ബി സിയുടെ ലെങ്ത് എത്രയാണ്? ഇവിടെ 50 വന്നപ്പോൾ ഇതിന്റെ സൈഡ് എത്ര വന്നു? എ ബിയുടെ ലെങ്ത് എത്ര വന്നു? എ ബിയുടെ നീളം റൂട്ട് 50 വന്നു. ഇവിടെ 18 ആണെങ്കിൽ ബി സിയുടെ നീളം എത്രയാണ്? റൂട്ട് 18, റൂട്ട് 18. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ എന്താ? ഇതിന്റെ ഏരിയ 32 അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സി എത്ര വരും? അത് തന്നെ, റൂട്ട് 32. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. എന്തിന്റെ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. അതിനാദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. കാരണം റൂട്ട് 50, റൂട്ട് 18 ഇതിന്റെയൊക്കെ വാല്യൂ നമുക്കറിയാവോ?
നമുക്ക് ആകെ അറിയാവുന്ന √3 അറിയാം, √2 അറിയാം. ഇതിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് മാത്രം നോക്കിയാൽ പോരെ. നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ √15 നമുക്ക് എന്തെഴുതാം? 25 × 2 എന്ന് കൊടുക്കാം അല്ലെ. 25 × 2. 25ന്റെ റൂട്ട് ഉണ്ടല്ലോ, 25ന്റെ റൂട്ട് 5 ആണ്. 2ന്റെ റൂട്ട് ഇല്ല, നമുക്കതിനെ 5√2 എന്ന് കൊടുക്കാം. 5√2. അങ്ങനെയാണെങ്കിൽ 18നെ ആ രീതിയിൽ എഴുതാൻ പറ്റുമോ? 18 ആ രീതിയിൽ എഴുതാൻ പറ്റുമോ? പറ്റുമല്ലോ ഇല്ലേ. 9 × 2 18 അല്ലേ. 9 × 2 18 ആണ്. എന്നാൽ 9 റൂട്ട് ഉണ്ട്. 9ന്റെ റൂട്ട് എത്രയാ? 9 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3√2 3√2. 2ന്റെ റൂട്ട് ഇല്ല, 9ന് റൂട്ട് ഉണ്ട്. 9ന്റെ റൂട്ട് 3 ആണ്. 2ന്റെ റൂട്ട് ഇല്ല, അപ്പൊ അത് റൂട്ടിനകത്ത് തന്നെ കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ 25ന് റൂട്ട് ഉണ്ട്, 25ന്റെ റൂട്ട് 5 ആണ്. ഇവിടെ 2ന് റൂട്ട് ഇല്ല, അപ്പോ അതെന്ത് ചെയ്യണം? റൂട്ടിനകത്ത് തന്നെ കൊടുക്കണം. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ √32 എങ്ങനെ എഴുതും? √32 എങ്ങനെ എഴുതും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. √32 എങ്ങനെ എഴുതും? വേഗം ആയിക്കോട്ടെ. √32 എങ്ങനെയാ എഴുതുന്നത്? എഴുതിയോ? കിട്ടിയില്ലേ? അപ്പൊ എന്താ പറയാ? 32നെ ഏത് രീതിയിൽ എഴുതാം? 32നെ നമുക്ക് 16 × 2 എന്ന് എഴുതാം. 16 × 2 32 അല്ലേ. 16 × 2 32 അല്ലേ. 16നെ നമുക്ക് 16ന്റെ റൂട്ട് ഉണ്ടല്ലോ. 16ന്റെ റൂട്ടില്ലേ. 16ന്റെ റൂട്ട് എത്രയാ? 4 ആണ് അല്ലെ. 4 × 4 16. 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 16ന്റെ റൂട്ട് എത്രയാണ്? 4 ആണ്. 2ന് റൂട്ടില്ല, അപ്പൊ എന്ത് കൊടുക്കുന്നു? √2 എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ ഒന്നുകൂടെ വരയ്ക്കുന്നു. എ ബി, ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആണ്. സി. എ ബിയുടെ ലെങ്ത് എത്രയാ വന്നത്? 5√2. ബി സിയുടെ ലെങ്ത് എത്രയാ വന്നത്? 3√2. ഇത് 2√2. സോറി 4√2. എത്ര വരാ? 4√2. അപ്പോ എ ബി 5√2 ആണ്, ബി സി 3√2 ആണ്, എ സി 4√2 ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പിന്നെന്താണ്? ഏരിയ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ പോരെ. എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപാടി പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ ചുറ്റളവാണ്. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. 5√2 പ്ലസ് 4√2 പ്ലസ് 3√2. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര √2 വരും? 5√2ന്റെ കൂടെ 4√2 3√2 കൂടെ കൂട്ടിയാൽ മൊത്തം എത്ര √2 വരും? എത്ര റൂട്ട് വരും? 5 + 4 + 3. 5 + 4 എത്രയാ? 9. 9 + 3 എത്രയാ? യെസ് 12. അപ്പൊ എന്താ പറയാ? 12√2. 12√2 ആണ് പെരിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? √2ന്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ? 12 × √2ന്റെ വാല്യൂ എത്ര? 1.73 ആണോ? അല്ല, 1.41. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെരിമീറ്റർ കിട്ടും. ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിലോ? മൾട്ടിപ്ലൈ നോക്കിയായി. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് ആയിട്ട് 5√2 എടുത്തിട്ട് കാര്യമില്ല. കാരണം ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് ഇല്ല. ഓക്കെ. ഹൈറ്റും ബേസും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം. മിക്കപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമാണ്. ബേസ് നിങ്ങൾ 5√2 എടുക്കുവാണെങ്കിൽ അതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവണം, പെർപെൻഡിക്കുലർ ഹൈറ്റ് ഉണ്ടാവണം. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് സൈഡ്, ഒന്ന് 4√2 മറ്റൊന്ന് 3√2 ആണ്. ഓക്കെ. എന്താണ്? ഒന്ന് 4√2 മറ്റൊന്ന് എന്താണ്? 3√2 ആണ്. അപ്പൊ ബേസും ഹൈറ്റും ആയിട്ട് വരുന്നത്, ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ബേസ് നമുക്ക് 3√2 ആയിട്ട് കൺസിഡർ ചെയ്യാം, ഹൈറ്റ് നമുക്ക് 4√2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഏരിയ വരുമ്പോ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു BH, ഹാഫ് ഇൻറ്റു ബേസ് 3√2 ഇൻറ്റു ഹൈറ്റ് 4√2. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 3 × 4 12
ആ ഇൻറ്റു √2 ഇൻറ്റു √2 √4 അല്ലെങ്കിൽ √2 ഇൻറ്റു √2 നമുക്ക് √4 എന്ന് പറയുമ്പോൾ എന്താ √4 എന്ന് പറയുമ്പോൾ 4 √2 തന്നെയല്ലേ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 2 നമുക്ക് ഈ 2 ഇൻറ്റു കട്ട് കളയാം. അപ്പൊ ഫൈനൽ ആൻസർ എന്താ വരിക 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നോ? എത്ര വന്നേ 1.41 ഇൻറ്റു 12. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, വലിയ ബുദ്ധിമുട്ടില്ല. 1 2s are 2, 4 2s are 8, 1 2s are 2. പോയിന്റ് അവിടെ കിടക്കട്ടെ. 1 1s are 1, 4 1s are 4, 1 1s are 1. ആഡ് ചെയ്യാം 2 9 പോയിന്റ് എത്രയാ 6 1 16.92. ഓക്കെ, എന്ത് വന്നു? പെരിമീറ്റർ 16.92 ഏരിയ വരുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ. എന്തിന്റെ? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ. ക്ലിയർ ആണ്? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കിട്ടി, ഏരിയയും കിട്ടി. ചെയ്തൊന്ന് നോക്കിക്കേ. മൂന്ന് സൈഡ് കൊണ്ടുവന്നു, 3 സൈഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു, 5√2 3√2 4√2 എന്നായി. 3 സൈഡും കൂടെ ആഡ് ചെയ്തു 16.92 കിട്ടി. 3 സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5√2 പ്ലസ് 4√2 പ്ലസ് 3√2 മൊത്തം എത്ര റൂട്ട് വരും? 12 റൂട്ട് വരും. ഇനി √2ന്റെ വാല്യൂ എത്രയാ? 1.41 ആണ്. ആ 1.41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നിങ്ങൾക്ക് 16.92 കിട്ടും. വേണം റൗണ്ട് ചെയ്യാം. 16.9 കിടക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ 17 എന്നൊക്കെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് എഴുതാം. റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ഇനി എന്താ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ ബേസും ഹൈറ്റും എടുക്കുന്നത് എപ്പോഴും തെറ്റിപ്പോയത്. ബേസും ഹൈറ്റും എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ അത് തെറ്റും കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The product of sum of the pairs of numbers below are natural numbers or fractions. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായോ? ഇവിടെ √2 ഇൻറ്റു √2 എത്ര വന്നു? √4 വന്നു. എന്താ വന്നേ? √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് √4 ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് 2 എന്ന് കൊടുക്കാം. റൂട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു റൂട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പുറത്തുള്ളതും അകത്തുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 ഗുണം 2 4 അപ്പൊ √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് എത്രയാ? √4 ആണ്. √4 എന്ന് പറയുന്നത് എത്രയാ? 4ന്റെ റൂട്ട് എത്രയാ? 2. ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. √3 ഇൻറ്റു √12. അത് എന്താണ്? ചുവടെയുള്ള സംഖ്യാ ജോഡികളിൽ ചിലതിന്റെ ഗുണനഫലം എണ്ണൽ സംഖ്യയോ ഭിന്നസംഖ്യയോ ആണ്. അവ കണ്ടുപിടിക്കണം. ചിലത് എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. അല്ലെങ്കിൽ ചിലത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്, അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ ആണ്. അതിൽ ഏതാണ് ഈ കാണുന്ന സംഭവം എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ആദ്യം തന്നെ എന്താണ്? 3 ഇൻറ്റു √3 ഇൻറ്റു √12. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. റൂട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇവിടെ മാറ്റി എഴുതിയേക്കാം. √3 ഇൻറ്റു √12. ഓക്കെ, നമുക്ക് √3 ഇൻറ്റു 12 എന്ന് കൊടുക്കാം. ഓക്കെ, 12നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുന്നു. 3 ഇൻറ്റു 12 എന്ന് പറയുന്നത് 3 ഗുണം 4 അല്ലേ? 3 4s are 12. 3 ഇൻറ്റു 4 എന്ന് കൊടുക്കാം. ആണേ, അപ്പോ ഇതെന്തായി? √9 ഇൻറ്റു 4 എന്നായി. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് ഇല്ലേ? 9ന്റെ റൂട്ട് ഉണ്ടല്ലോ. 9ന്റെ റൂട്ട് എത്രയാ? 9ന്റെ റൂട്ട് 3 ആണ്. 4ന്റെ റൂട്ട് എത്രയാ? 4ന്റെ റൂട്ട് എത്രയാ? 4ന്റെ റൂട്ട് 2 ആണ്. അപ്പൊ 3 ഗുണം 2 എത്ര വന്നു? 6 വന്നു. വല്ല ഐഡിയ ഉണ്ടായിരുന്നോ? √3 ഇൻറ്റു √12 എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. √3 ഇൻറ്റു √12 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? √3 ഇൻറ്റു √1.2. സെയിം നമ്പേഴ്സ് ആണ്, അതിനകത്തൊരു വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ, 0.2. ചെയ്ത് നോക്കിക്കേ. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താ വരിക? ഇവിടെ ചെയ്യാം.
റൂട്ട് 3 ഇൻറ്റു റൂട്ട് 1.2 എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൂട്ട് ഓഫ് നമുക്കിവിടെ കിട്ടി 3 ഇൻറ്റു 1.2 എന്ന് കൊടുക്കാം. 3 ഇൻറ്റു 1.2 നമുക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് 3 ഇൻറ്റു 1.2 നമുക്ക് 12/10 എന്ന് കൊടുക്കാം. 12/10 അല്ലേ 1.2. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 9 ഇൻറ്റു 4/10 എന്ന് വരും. അതായത് 9 4s are 36. എത്ര വന്നു? 6/√10 എന്ന് വരും. 6/√10. 10ന്റെ റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് കേട്ടോ. 10ന്റെ റൂട്ട് വരുന്നില്ല. എങ്ങനെയാണ് ഇവിടെ 10 വന്നേ? ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. അവിടെ ഒരു പോയിന്റ് വന്നപ്പോൾ 1.2 എന്നുള്ള എന്തെടുക്കാം? 12/10 എന്ന് കൊടുക്കാം. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1.2 വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 ഇൻറ്റു 12 ബാക്കി സെയിം സാധനം തന്നെയാണ്. 3 ഇൻറ്റു 12 എത്രയാണ്? 9 3s അങ്ങനെ വന്നു 6 വന്നു. അപ്പോൾ 9 4s are 36. 36ന്റെ റൂട്ട് എത്രയാ? 6 ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് 6/√10 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി 5 ഇൻറ്റു 8 റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 എങ്ങനെയാ വരിക? നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 ഇതിന് ചെയ്യാൻ പറ്റുമോ? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 നമുക്ക് റൂട്ട് ഓഫ് 5 ഇൻറ്റു 4 ഇൻറ്റു 2 എന്ന് കൊടുക്കാം ഇല്ലേ? ഇതില് 4ന് റൂട്ട് ഉണ്ട്. 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. ഓക്കെ, അപ്പൊ 4ന്റെ റൂട്ട് ഞാൻ 2 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? റൂട്ട് ഓഫ് 5 ഇൻറ്റു 2 എത്രയാ? 2√10. എത്രയാ വന്നത്? 2√10. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്? 2√10 ആണ്. നേരത്തെ എത്ര കിട്ടി? 6/√10 ആണ്. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഡിനോമിനേറ്ററിൽ റൂട്ട് 10 വന്നാൽ തന്നെ വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്തായാലും ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണെന്നുള്ള ഒരു ലോജിക്ക് ഉണ്ടാവണം. ഓക്കെ, ഇവിടെയും എന്ത് വന്നു? പോയിന്റ് വന്നു. എന്താ വന്നേ? 0.5 ഇൻറ്റു റൂട്ട് 8. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. 0.5 ഇൻറ്റു റൂട്ട് 8 സെയിം സാധനം നമുക്കിവിടെ ചെയ്യാം. 0.5 ഇൻറ്റു റൂട്ട് 8 ചെയ്ത് നോക്കിയാലോ? 0.5 ഇൻറ്റു റൂട്ട് 8 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 0.5നെ 5/10 എന്ന് കൊടുക്കാം. റൂട്ട് 8നെ 4 ഇൻറ്റു 2 എന്ന് കൊടുക്കാം. എന്ത് വരും? 4ന് റൂട്ട് ഉണ്ട്. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് 2 പുറത്തെടുക്കാം. റൂട്ട് ഓഫ് 5 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 10. 2√5 ഇൻറ്റു 2 എത്രയാ? 10 ആണ്. അപ്പൊ എന്ത് വന്നു? 10/10. 10ൽ 10. 10/10 എത്രയാ? 1. 2√1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നേരത്തെ കേസിൽ നമുക്ക് ഡെസിമൽ വന്നപ്പോൾ നേരത്തെ എന്ത് വന്നില്ല? ഒരു പെർഫെക്റ്റ് നമ്പർ കിട്ടിയില്ല. 6/√10 എന്നാ വന്നേ. ഇവിടെ ഡെസിമൽ വന്നപ്പോഴോ? ഇവിടെ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഫൈനലൈസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും എന്ത് വരില്ല? ഒരു പെർഫെക്റ്റ് നമ്പർ വരണമെന്നില്ല. അത് പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ആൻസർ എന്താ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി 7 1/2 ആൻഡ് 3 1/3. 7.5 പിന്നെ 3ഉം 3-1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. 7 1/2, 7.5, 3 1/3 അതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ആ മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നമാക്കുമ്പോൾ എന്താ വരിക? 7.5 എന്ന് പറയുന്നത് എന്തിന്റെ പകുതിയാ? 15ന്റെ പകുതിയാ. സാധാരണ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഇത് തമ്മിൽ ആഡ് ചെയ്യും.
7 ഗുണം 2 14. 14 പ്ലസ് 1 ബൈ 2 അല്ലേ? ഇൻറ്റു റൂട്ട് ഓഫ് ചെയ്ത പോലെ 3 ഗുണം 3 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 എത്രയാ? 9. 9 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോ 14 പ്ലസ് 1 15. 15 ബൈ 2 റൂട്ട് ഓഫ് 15 ബൈ 2 റൂട്ട് ഓഫ് 10 ബൈ 3. റൂട്ട് ഓഫ് 15 ബൈ 2 റൂട്ട് ഓഫ് 10 ബൈ 3. അപ്പോ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ഇതിലോട്ട് കൊണ്ടുവരാം. 15 ബൈ 2 ഇൻറ്റു 10 ബൈ 3. എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? ദാ 3ന്റെ ടേബിളില് 15 ഉണ്ട്. എത്ര പ്രാവശ്യം? 3ന്റെ ടേബിളിൽ 15 ഉണ്ട്. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 2ന്റെ ടേബിളിൽ 10 ഉണ്ട്. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 5 2s are 10. അപ്പം റിമൈനിങ് ബാക്കി വരുന്നത് എന്താ? റൂട്ട് ഓഫ് 5 ഇൻറ്റു 5 അല്ലെ? റൂട്ട് 25 എത്രയാ? 5. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി? ഇതിന്റെ ആൻസർ 5 ആണ്. മനസ്സിലായോ? എന്താ ചെയ്തേ? 7.5 പിന്നെ 3 1 ബൈ 3 എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ്? മിശ്ര ഭിന്നമാണ്, അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. 7.5 എന്നുള്ള 15ന്റെ പകുതിയാണ്. 3 1 ബൈ 3 എന്നുള്ള 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. ഇനി ഇത് റൂട്ടിനകത്തായതുകൊണ്ട് ഒറ്റ റൂട്ടിനകത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 ബൈ 2 ഇൻറ്റു 10 ബൈ 3. ഇനി നോക്കുമ്പോഴോ 3ന്റെ ടേബിളിൽ 15 ഉണ്ട്. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 2ന്റെ ടേബിളിൽ 10 ഉണ്ട്. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അപ്പൊ എന്തായി? 5 ഇൻറ്റു 5 വന്നു. റൂട്ട് ഓഫ് 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 എത്രയാ? 25. റൂട്ട് 25 എത്രയാ? 5. ഓക്കെ, ക്ലിയർ. നമുക്കിതാ ഈ ഒരു ആശാൻ കൂടെ ബാക്കിയുണ്ടേ. എന്താ? റൂട്ട് ഓഫ് 2 ബൈ 5 ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ 10. നമുക്ക് താഴോട്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു? റൂട്ട് ഓഫ് 2 ബൈ 5 ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ 10 അല്ലേ? യെസ്, 1 ബൈ 10. 1 ബൈ 10. രണ്ടും റൂട്ടിനകത്തുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും ഒറ്റ ഇതിൽ തന്നെ എഴുതാം. എന്താ വരിക? 2 ബൈ 5 ഇൻറ്റു 1 ബൈ 10. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ 2ന്റെ ടേബിളിൽ 10 5 പ്രാവശ്യം. ബാക്കി എന്താ വരിക? റൂട്ട് ഓഫ് 1 ബൈ 5 ഇൻറ്റു 1 ബൈ 5 എത്രയായി? റൂട്ട് ഓഫ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഭിന്നങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ പോ. 1 ഇൻറ്റു 1 1. 5 ഇൻറ്റു 5 25. ഇനി 1ന് റൂട്ട് ഉണ്ടല്ലോ. 1ന്റെ റൂട്ട് 1 ആണ്. 25ന്റെ റൂട്ട് 5 ആണ്. 1 ബൈ 5. അപ്പോ ലാസ്റ്റത്തെ ഡി ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരിക? 1 ബൈ 5 ആണ് വരിക. എഫിന്റെ ആൻസർ എന്താ വരിക? 1 ബൈ 5. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഓരോന്നും ചെയ്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, ആദ്യം റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 ചെയ്തു. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 ചെയ്തപ്പോൾ റൂട്ട് 12നെ നമുക്ക് എന്ത് ചെയ്തു? 3 ഇൻറ്റു 4 ആക്കി. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 എന്ന് പറയുന്നത് 3 ഇൻറ്റു 12 എത്രയാ? 16 ആണ്. വേറെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 എത്രയാ? 36. റൂട്ട് ഓഫ് 36 അതിനെ നമുക്ക് 6 എന്ന് എഴുതാം. ഇങ്ങനെയും ഡയറക്റ്റ് എഴുതാം. അപ്പൊ ഇവിടെ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 എത്രയാ? റൂട്ട് 40 ആണ് വരിക. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്താ? 4 ഇൻറ്റു 10 എന്നാക്കാം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യാം? 2 റൂട്ട് 10 എന്ന് കൊടുക്കാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആൻസർ സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി പോയിന്റ് വന്നപ്പോഴത്തേക്കോ, ഇവിടെ പോയിന്റ് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? ഒരു ഫ്രാക്ഷൻ കിട്ടി. ഇവിടെ പോയിന്റ് വന്നപ്പോഴത്തേക്കോ ഏതാ? ഇത് 0.5 ഇൻറ്റു 8. അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടി? ഒരു കൗണ്ടിങ് നമ്പർ ആണ്. അപ്പോ ഇവിടെ കൗണ്ടിങ് നമ്പർ എവിടെയൊക്കെ കിട്ടി? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 എണ്ണൽ സംഖ്യയാണ്, 6 കിട്ടി. 0.5 ഇൻറ്റു റൂട്ട് 8 ചെയ്തപ്പോ അതും കിട്ടിയത് എന്താ? എണ്ണൽ സംഖ്യയാണ്. ഇത് ചെയ്തപ്പോഴോ 1 ബൈ 5 കിട്ടി. ഒരു ഫ്രാക്ഷൻ ആണ്, ഭിന്നകമാണ്. ഇവിടെയോ ഇത് ചെയ്തപ്പോഴോ 7.5യും 3 1 ബൈ 3യും തമ്മിൽ ചെയ്തപ്പോഴത്തേക്ക് ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ കിട്ടിയതൊക്കെയാണ് 6 2 5.
ഏതൊക്കെയാ? 6, 2, 5. ഫ്രാക്ഷൻസ് എന്തൊക്കെയാ കിട്ടിയേ? ഇത് 2√10. അതൊരു കൗണ്ടിങ് നമ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. ഫ്രാക്ഷൻസ് എന്താ കിട്ടിയതാ? ഇവിടെ ഒരു 1/5 ഉണ്ട്, 1/5 ഉണ്ട്, അവിടെ ഒരു 6/√10 ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഫ്രാക്ഷൻ കിട്ടി, അതുപോലെ തന്നെ 3 കൗണ്ടിങ് നമ്പേഴ്സും കിട്ടി, 3 എണ്ണൽ സംഖ്യയും ഒരു ഫ്രാക്ഷനും നമുക്ക് കിട്ടി. അപ്പോ ഈ ഒരു എക്സസൈസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് കൂടുതലും നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടുതൽ നോക്കിയത്. ഓക്കെ, അപ്പോൾ 2 റൂട്ടിലുള്ള വരുന്ന നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതും റൂട്ടിന് പുറത്ത് വരുന്ന നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി അടുത്ത സെഷനിൽ ഇനി എന്തും കൂടെ ബാക്കിയുണ്ട്? അഡീഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. എന്താ ചെയ്തേ? കൂട്ടാനുള്ളത് പഠിച്ചു, കുറയ്ക്കാനുള്ളത് പഠിച്ചു, പിന്നെന്താ? ഗുണനം പഠിച്ചു, മൾട്ടിപ്ലൈ ചെയ്യുന്നത് പഠിച്ചു. ഇനി എന്തും കൂടെ ഉണ്ട്? അത് തന്നെ, ഡിവിഷനും ഉണ്ട്, ഹരണമുണ്ട്. ഇതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.